ഓടാനൊക്കെ പോകാറുണ്ടോ രാവിലെ? ഓടാൻ പോകണ്ട, ഈ വയറ് കുറയണ്ടേ. അതെ ശരി, ഈ ഗ്രഹിണി വന്ന പിള്ളേർ കൂട്ടാണല്ലോ വയറിരിക്കണം. അല്ല, അത് കുറയ്ക്കണം, എക്സസൈസ് കുറയ്ക്കണം. അത് എക്സസൈസ് വേണം. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ പോകേണ്ട ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ. പിന്നെ ഞാനൊക്കെ പട്ടാളത്തിലായിരുന്നപ്പോ രാവിലെ എഴുന്നേറ്റ് ഓടിയ ഹിമാലയം വരെ ഓടുവായിരുന്നു. തപസ്സിരിക്കാനാണോ? വെളിക്കിരിക്കാൻ. അവിടെ പറ്റിയല്ലോ, അവിടെ മിസൈലൊക്കെ കുഴിച്ചിട്ടേക്കുമല്ലേ. അതാണ് ഹിമാലയത്തിൽ പോണായിരുന്നു ഞങ്ങൾ. ആണല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ ഞങ്ങൾ ഈ രാവിലെ മുതലിട്ട് ഇങ്ങ് ഓടിക്കും ഇവര്. ഓടിച്ചൊരു വരുവായി കഴിയുമ്പോ ഞാൻ പയറ് കുറച്ചല്ലോ. പയറ് കുറച്ചല്ലോ. മാലിന്യം കൊണ്ട് തട്ടാനായിട്ട് വന്നതല്ലേ. ഇവിടെ നടക്കിയാലേ ഇത് പിടി. ഈ നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ മാലിന്യത്തിന് ഇങ്ങനെ വിലയില്ലാത്തുള്ളൂ, അറിയാവോ? മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ മാലിന്യത്തിന് ഭയങ്കര വിലയാണ്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ മാലിന്യം അത് വികസിപ്പിച്ചെടുത്ത് അതിനകത്ത് പെട്രോൾ ഉണ്ടാക്കി അതൊഴിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ആണോ? നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, മാലിന്യം കളയാനായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. മാലിന്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ മാലിന്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വഴക്കിട്ട് ഇറങ്ങി പോണ പോലെ ആണല്ലോ. അല്ലല്ലേ? നടക്കുവോ? നടത്താൻ വന്നിരിക്കുന്നു. അതേ പറഞ്ഞ ടോൺ മാറിപ്പോയി. അങ്ങനെയല്ല ചോദിക്കണ്ട. എനിക്ക് പെട്ടെന്നൊരു ടെൻഷന്റെ പുറത്ത് പറ്റിപ്പോയി. അതെ, ഞാൻ ആദ്യം പറഞ്ഞു വന്നപ്പോൾ ടോൺ അങ്ങ് മാറിപ്പോയി, അതാണ് പറ്റിയത്. രാവിലെ നടക്കുമെന്ന് ചോദിച്ചാ എന്നാ പറഞ്ഞു? നടക്കുകയല്ലെന്നു. നടക്കുകയെന്ന് പറഞ്ഞു. അതാ പറഞ്ഞേ. അതാ ടോണും മാറിപ്പോയി, അതാ പറ്റിയത്. ഒന്നും പറഞ്ഞാൽ പാട് കിടപ്പുണ്ടല്ലോ, നല്ലൊരു പാട് കിടപ്പുണ്ടല്ലോ ഇവിടെ. ശനിയാഴ്ച ചേട്ടൻ പോകും. അയ്യോ, അത് കേട്ടോ, ട്രൈ ചെയ്യേ വേണ്ട. അല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. രാവിലെ വൈകുന്നേരം നടന്ന് വണ്ണം കുറയ്ക്കാൻ വരുന്നുണ്ടോ എന്നാ പറഞ്ഞു. ഞങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. വേറെ നടക്കുന്ന കാര്യം വലുതും പറയടോ, മനുഷ്യനെ പറ്റിക്കാൻ. ഇതേത് ഐറ്റം? ഞാനൊന്ന് മുട്ടിയാലോ? കൊള്ളാം. അതെ, സൈക്കിളിലാണോ നടക്കാൻ വന്നത്? ഞാനോ? ഞാൻ ഇന്നലെ സൈക്കിളിൽ നടക്കാം. എനിക്ക് കാലമുണ്ടല്ലോ, ഇതിലേക്ക് വന്നാൽ പോരെ. അപ്പൊ ഈ സൈക്കിൾ എൻ്റെ അല്ല? നിന്റെ അല്ലേ? എൻ്റെ അല്ലല്ലോ. പിന്നെ ഇതാര്യടാ? ഒരു ടോർച്ച് ഉണ്ടല്ലോ ഇവിടെ. എടാ, ഒരു ജോഡി ചെരുപ്പുണ്ടല്ലോ. ഇതാരത്? എടാ, ഈ വീടേ ഒരു പുതിയ ആൾക്കാരാ വന്നു ഇവിടെ താമസിക്കണം. ആര്? എൻ്റെ കെട്ടിയോൻ ഇവിടെ ഇല്ല. ആ പെണ്ണുമ്പോൾ ഒറ്റയ്ക്കാന്നാണ് ശശി എന്നോട് പറഞ്ഞത്. ശശി? നമ്മുടെ ബാർബർ ശശിയില്ലേ, അവൻ എന്നോട് പറഞ്ഞത് ഇവിടെ പെണ്ണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നാ എന്നോട് പറഞ്ഞത്. അപ്പം സൈക്കിളും ഇരിപ്പും കണ്ടിട്ട് എനിക്കൊരു ചെറിയ പന്തുകേട് മണക്കുന്നുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട, അത് ശരിയല്ല. ആ പട്ടാളക്കാരൻ അങ്ങനെ പറയരുത്. നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാം വന്ന് ഇടപെട്ടോ? ഇടപെട്ടോ? എന്തോ ഒരു സാധനങ്ങൾ അവിടെ നിന്ന് മോശം പോയി. ഒത്തിരി സാധനങ്ങൾ, പക്ഷേ TV മാത്രം പോയില്ല. അതെന്നാ TV പോവാനേ? TV ഞാൻ കണ്ടുകൊണ്ടിരിക്കുമല്ലായിരുന്നു, അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റി. എന്താണേലും ഈ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടണം. നമ്മുടെ നാട്ടിലൊരു വിഷയം ഉണ്ടായാൽ നമ്മൾ ഇടപെടണം. ഞാൻ ശശിനെ വിളിക്കാം. ഇതുണ്ടല്ലോ 3G 4G എന്നൊക്കെ പറഞ്ഞാലും വിളിച്ചാൽ കിട്ടത്തില്ലേ. പണ്ട് 3G 4G 5G ഒന്നും ഇല്ലായിരുന്നു. അകപ്പാടെ ഉണ്ടാകുന്നത് പിതാജി മാതാജി. ശശിയെ, ഹലോ. ശശി, ഒന്നും മിണ്ടായിരുന്നടാ. ഞാനൊരു കാര്യം പറയട്ടെ. എടാ, നിന്റെ വീടിന്റെ അടുത്ത് അതല്ലെന്ന്, ഈ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഒരു സൈക്കിൾ ഇരിപ്പണ്ടാ. ഒരു പുതിയ വീട്ടുകാരവിടെ ഒന്ന് താമസിക്കില്ല. നീ പറഞ്ഞില്ല അതിന് കെട്ടിയോ വേറെ കണ്ട് പുറത്തും കണ്ടത്. അതെ, ആ പുള്ളിക്കാരി അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു സൈക്കിള് തന്നെയല്ല, ആ സൈക്കിളിൻ്റെ അടുത്ത് മതിലൊരു ടോർച്ച്, അതുകൂടാതെ ആ സൈക്കിളിൽ ഒരു ജോഡി ചെരുപ്പ്. അതിനകത്ത് നിനക്ക് എന്താ തോന്നണേ? ടോർച്ചും ചെരുപ്പും. രാത്രിപ്പണിയാണല്ലോ മോനെ. എന്നാ നീ ഒന്ന് തെളിച്ചു പറ. എന്നെ കേസ് ഇത് രാത്രി ഒരുത്തം വന്ന് കേറിയേക്കണോ? അതിന്റെ അകത്ത് ആളുണ്ട്. നീ കണ്ടോ? ഞാൻ കണ്ടേ, രാവിലെ കണ്ടതാ. കണ്ടോ? അവൻ പറഞ്ഞ കറക്റ്റ്. എടാ, നീ ഒന്നൊരു കാര്യം പഞ്ചായത്ത് മെമ്പറെയൊക്കെ വിളിച്ചു വാ, നമുക്ക് കയ്യോടെ സംഭവം. അങ്ങനെ സംഭവിക്കണേ ഞാൻ വന്നിരിക്കും. നീ വേഗം മറ്റാരെങ്കിലൊക്കെ വിളിച്ചു വരുത്ത്. എന്നാന്ന് അവൻ എനിക്കൊരു 1500 രൂപ മിലിറ്ററി കോട്ട മേടിച്ചിട്ട് പോയെന്ന്. ഒന്നും മിണ്ടായിരുന്നു. അതിനിടയ്ക്കാണോ ഇത് മിലിറ്ററി കോട്ട മിണ്ടായിരുന്നു? ഞാൻ കാര്യം പറട്ടെ, ശശിയോട് വിളിച്ച് ചോദിച്ചതിന്റെ കാരണം എന്നറിയോ? ശശിക്കാണ് ഈ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വലിയ ഇൻട്രസ്റ്റ് ആണ്. അവനത് കണ്ടുപിടിക്കുകയും ചെയ്യും. പിന്നെ ഈ നാട്ടിലാ ഏതൊക്കെ പെണ്ണുങ്ങൾ വിവാഹം കഴിച്ച് ഉപേക്ഷിച്ച് വന്ന് നിൽപ്പുണ്ട്, ഏതൊക്കെ ഉപേക്ഷിക്കാനുണ്ട്, ഏതിനൊക്കെ കെട്ടിക്കാനുണ്ട്. അത് തന്നെയല്ല ഈ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടം എവിടെയൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് വല്ലതും അറിയാവോ എന്ന് അവനതെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഞാൻ ശശിനെ വിളിച്ച് ചോദിച്ചത്. അത് കൊള്ളാം. അതുകൊണ്ട് തന്നെ മോനടാ, നീ പോലെ ഒരു മോനെ
ഒരു ചെറിയ കേസ് ഒത്തിട്ടുണ്ട്. ശശി പോരും, അപ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ എനിക്ക് നിൽക്കാൻ സമയം എന്റെ അച്ഛൻ ആശുപത്രിയിലാണ് സീരിയസ് ആയിട്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാം ഡോക്ടർ പറഞ്ഞു. ചേട്ടാ അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഇച്ചിരി തണ്ടും തടിയുള്ള ആൾക്കാർ പ്രശ്നത്തിന് ഞാനില്ല ചേട്ടാ. കാരണം എന്റെ അച്ഛന്റെ വായിൽ ഇച്ചിരി വെള്ളം എനിക്ക് തൊട്ട് കുടിക്കണം. അച്ഛൻ്റെ വേഴാമ്പലാണുണ്ടാവി വെള്ളം എടുത്തു. അതല്ല സാറേ, ഒരു മകന്റെ കർമ്മമാണല്ലോ അച്ഛന്റെ വായിൽ ചുണ്ടിൽ ഇത്തിരി വെള്ളം തൊട്ട് കൊടുക്കണമെന്ന്. സാറിനും ആഗ്രഹമില്ലേ? പിന്നെ നിന്റെ അച്ഛന്റെ വായിൽ വെള്ളം തൊട്ട് എന്റെ പണി. എനിക്ക് ആഗ്രഹം. നീ പോകാം. അതെ, അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണ് കണ്ണും കൈയും കാണിച്ച് അകത്ത് കയറ്റിയേക്കണത്. അതല്ലാതെ പെണ്ണുങ്ങളുടെ അനുവാദം അല്ലാതെ ഏതോ വന്നെങ്കിലും ഇതിനകത്ത് കയറാൻ വഴിയില്ല. നീ ബഹളം ഉണ്ടാക്കല്ലേ, അവൻ ഇറങ്ങിപ്പോവും. അപ്പൊ നമ്മൾ നിൽക്കുന്നോണ്ട് അവൻ ഇറങ്ങാത്ത. ഈ ഫോൺ വിളിച്ചിട്ടുള്ള കേസായിരിക്കും. അതേന്നേ, ഇത് രാത്രി കിടന്നുള്ള ഫോൺ വിളിയല്ലേ? ഈ പെണ്ണുങ്ങൾക്കല്ലാതെ ഈ കുത്തിക്കളിയല്ലേ ഇപ്പൊ? ആ, എപ്പോഴും അതെ. എന്താ പെണ്ണിന്റെ കാര്യമൊക്കെ പറഞ്ഞു? അപ്പച്ചന് സുഖലാണ്ട് കിടക്കല്ലേ, നീ ചെന്ന് അയാൾ പോകാൻ പറ. ചാകാൻ കണ്ട സമയം ഇത് ആരാ കേറിയെന്ന് പറയും. എടാ നിന്റെ ചാച്ചൻ വെള്ളം തൊട്ട് ചാച്ചൻ ഞാൻ ഇത് കമത്തി കളയും കേട്ടോ. ഞാൻ ചായയാണെങ്കിൽ ഞാൻ കുടിച്ചോളാട്ടോ. എന്റെ പൊന്നടാ, ഇത് ആരാണെന്ന് പറ. കേറിയതാരാ? എടാ ഈ വീട്ടിനകത്ത് ആരാന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ, അത് പിടിക്കാനല്ലോ അങ്ങനെ. ശശി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ആള് കേറിയിട്ടുണ്ടെന്നാണ് അവൻ പറയണത്. അവൻ കണ്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കല്ലേ. ആ പെണ്ണിനെ കണ്ട അങ്ങനെ തോന്നുവാ? നിനക്ക് തോന്നൂലായിരിക്കും, തോന്നിയവനകത്ത് കയറിയേക്കണേ. അതെ, ശരി. ഇനിയിപ്പോ എന്നാ ചെയ്യണത്? ആരാ കേറിയെന്ന് പറ. അത് കണ്ടോ? അന്യനായിരിക്കും. അന്യനോ? അല്ലെങ്കിൽ ഒരു അപരിചിതനായിരിക്കും, അപരിചിതൻ, അല്ലെങ്കിൽ പിന്നെ വരുത്തനായിരിക്കും. നിങ്ങൾ ഇങ്ങനെ സിനിമയുടെ പേര് പറയാതെ ആരാണെന്ന് പറയാം. പഠിക്കൽ ചുമ്മാ പിന്നെ സിനിമ ഇതെന്നത് ഭ്രാന്താണ്. ഞാനൊരു കാര്യം പറയട്ടെ, വന്ന വെക്കണവനെ പിടിക്കാനാണ്. ശശി വരണം. ശശി വരണം. ശശി വർണ്ണം ചതുർഭുജം പ്രസന്നവദനം തായെ സർവ്വവിഘ്നോപ ശാന്തി യാന്തി തുടങ്ങണം. ഇതാണ് ഇതിപ്പോ എന്നാ ഇവിടെ പറഞ്ഞേ? ഈ അല്ല ശശി വർണ്ണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ ബാക്കി അങ്ങ് പാടി. അതല്ല പറഞ്ഞത്, ശശി എന്ന് പറഞ്ഞവനല്ലേ നമ്മുടെ ബാർബർ, അവൻ വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് എങ്ങനെ വളഞ്ഞൂറ്റി പിടിക്കാൻ പറ്റും? വളഞ്ഞൂറ്റി പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 1923 ഞാൻ ലഡാക്കില് ലഡാക്കിൽ വെച്ച് എന്നത്തിനിടയിൽ എന്നത്തിനിടയിലല്ല ലഡാവി, എന്നാ അത് വേണ്ട, കറാച്ചി വെച്ച്. കക്കായിറച്ചിയോ? വേറെ സ്ഥലം പറഞ്ഞ പറ്റുന്ന പറ. കറാച്ചി. ആ എന്നാ കറാച്ചി. ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാപ്റ്റൻ രാജു, സിനിമാടനോ? സിനിമാടനല്ല, ഞങ്ങളുടെ ക്യാപ്റ്റന്റെ പേര് രാജു. രാജു വന്നിട്ട് പറഞ്ഞു, പണിക്ക് സാറേ എടുത്തോ, തയ്യൽ മിഷൻ റെഡി ആയിക്കോളാം. തയ്യൽ മിഷനോ? അതല്ല മിഷൻ കണ്ണ് തെറ്റിപ്പോവാണല്ലോ. ഞാൻ അപ്പൊ തന്നെ ഒരു തുറന്ന ജീപ്പില് കത്തിച്ചു വിടുവാന്ന് എനിക്ക് കേട്ടപ്പോ തോന്നി. പോയ വഴിക്ക് പെട്ടെന്ന് മുമ്പിലൊരു പുള്ളിപ്പുലി. എന്തോ പുള്ളിപ്പുലി? ഒട്ടും കുറയ്ക്കുന്നില്ലല്ലോ. പുള്ളിപ്പുലി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കറിയാം. പൂച്ചപ്പുലി അല്ലെന്നേ, പുള്ളിപ്പുലിയാണ്. പുലിപ്പൂച്ച. എന്റെ സാധനമുണ്ട് കണ്ട് ഞാൻ അവിടെ ഇട്ട് തന്നെ വണ്ടി കറക്കിയിട്ട് സ്റ്റിയറിംഗ് എന്റെ കയ്യിലിരിക്കുവാണല്ലോ. പറിച്ചെടുത്തോ? ഇല്ലെന്ന്, സ്റ്റിയറിംഗ് ഞാൻ മുറുക്ക പിടിച്ചേക്കുമല്ലേ. ഇങ്ങനെ കത്തിച്ച് വിട്ടു. ഞാൻ നോക്കുമ്പോ സൈഡ് മിറിക്കട എന്റെ പുറകെ വരുവാ സാധനം. പുലി വരുവാ. ഞാൻ 100 പോകുന്നു, ഇത് 95 വന്നു. ആ സമയത്ത് നോക്കി ഞാൻ 100 മലയിലേക്ക് ഇടിക്കാൻ കയറ്റി നേരെ ഒരു കൊക്കയുടെ അവിടെ ചെന്ന് ഇങ്ങനെ ബ്രേക്ക് അങ്ങ് ചവിട്ടി അങ്ങ് നിർത്തിയിട്ട് കൈ അങ്ങിട്ടിട്ട് കയറിപ്പൊക്കോളാൻ പറഞ്ഞു. പുലിയോട് മൂക്കും കുത്തി താഴെ. പിന്നെ അല്ലാതെ ഞാൻ അപ്പൊ തന്നെ ഒരു കയറെടുത്ത് പിടിച്ച് അതിനെ വലിച്ചും കയറ്റി ചെള്ളയ്ക്ക് നാളെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, പണിക്കരോട് കളി വേണ്ടെന്ന്. പിറ്റേ ദിവസം പത്രത്തിലുണ്ടല്ലോ, തമിഴ് പുലിയെ പിടിച്ച പണിക്കര് തമിഴ് പുലിയെ പിടിച്ചെന്ന് പറഞ്ഞ് പത്രത്തിൽ. നീ വായിച്ചില്ലേ? ഈ സേലം ഭാഗത്തുള്ള ഒരു പുലിയായിരുന്നത് അല്ലേ? അന്ന് തോന്നുന്നു. നീ വായിച്ചായിരുന്നോ അത്? ഞാൻ വായിച്ചായിരുന്നു. ഞാൻ ഒരു വീക്കിലിയിലെ വായിച്ചത്. വീക്കിലിയിലും വന്ന അവസാനം ഫലിത ബിന്ദുക്കളിൽ. അതെ, എന്റെ തന്തയ്ക്ക് ചാകാൻ കിടക്കും. ഞാൻ അങ്ങേർക്ക് കൊണ്ടുപോയ ചായ നിങ്ങൾക്ക് ഒഴിച്ചു തന്നു, എനിക്കിത് കിട്ടണം കേട്ടോ. ഈ പുള്ളിയുടെ പെണ്ണുമ്പളെ ഡെയിലി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോകണ കാരണം എന്നാന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായി. അത് പറ. വന്നേ, പിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാവോ ഇതിനകത്ത് പിടിക്കാനായിട്ട്? അത് അവനെ വിളിക്ക. ശശി വന്നൂല്ല, ഇനി അവൻ എവിടെ പോയി പൊക്കും? എല്ലാവരെയും ഞാൻ നീ ആദ്യം ഇങ്ങോട്ട് നോക്കി, ഇതൊന്ന് തീർത്തിട്ട് പോ. ഞാൻ നിനക്കൊന്ന് ഇരിക്കാവുന്ന ശശി അതെ, നമ്മുടെ കാര്യം ഞാനൊരു കാര്യം പറയാം. ശശി, എനിക്ക് കാര്യം കേട്ടാ മതി. പകരത്തിന് പകരായി ഇനി വലിക്കരുത്. തീർക്കാം. ശശി ടണ്ടടേ, എനിക്ക് തരാനുള്ള 1500 രൂപ ഒന്ന് മാറിക്കളാവോ? നീ പൈസ നീ ഇടിക്കേ. കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് വായിൽ വെള്ളം കൊണ്ടിട്ട് പുളക്കുള്ള എന്നും പറഞ്ഞു കുലുക്കു ഇത് തുപ്പാൻ തുടങ്ങിയപ്പോ ഈ തുപ്പലില് ഒരു ടോർച്ച് വട്ടം എടുത്ത് കറങ്ങണം.
ഈ ടോർച്ച് ഞാൻ തുടരല്ല, കൈ കൊണ്ടുള്ള. അതാ പറഞ്ഞേ. പക്ഷെ എനിക്ക് പേടിയില്ലാത്തോണ്ട് അപ്പൊ തന്നെ വാലടച്ച് ഞാൻ അകത്ത് കയറി. അത് നല്ല കാര്യമായിട്ട്. അപ്പൊ തന്നെ സംഭവം ഈ എനിക്ക് പിടിച്ചാൽ കിട്ടി. ഇവിടെ ഞാൻ കുറെ ട്രൈ ചെയ്തതാ. അല്ലെന്ന് പിടിക്കാൻ. അതല്ലെന്ന് കേറിയവനെ പിടിക്കാൻ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അവൻ തെറ്റ് തുടങ്ങിയാലല്ലേ പിടിച്ചാൽ കാര്യമുള്ളൂ. ഇപ്പൊ തുടങ്ങി കാണും. ഇപ്പൊ തെറ്റ് തുടങ്ങിയിട്ടുണ്ടാവും. ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിച്ച് അവനെ പുറത്തിയായിരിക്കണം. നീ ഒരു കാര്യം ചെയ്ത് ഇവനെ പുറത്തുണ്ടോ? ഇതെന്നാ കേസ്? ഇതെന്നാ കേസ് എന്ന് പറഞ്ഞാൽ ഇവന് നാളെ കല്യാണം. ഇവൻ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഗൾഫിൽ പോവുക. ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് അവസ്ഥ, നീ വെറുതെ പെണ്ണ് കെട്ടി നീ ഗൾഫിൽ പോവല്ലേ, നീ വന്ന് ഇരിക്കാനായിരുന്നു. ഇത് ഈ പത തേച്ചപ്പോഴാ മറ്റേ കത്തി എടുത്തില്ല. ശശി, നിനക്ക് ഉറപ്പാണോ ഇതിനകത്ത് ആള് കയറി? ആള് കയറി നമ്മൾ ഉറപ്പാണ്. ഉറപ്പാണോ? നമ്മളെ ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ ഇന്നവരെ എല്ലാ പ്രശ്നവും ഞാൻ പിടിച്ചിട്ടുണ്ട്. അതെ, അതൊക്കെ ഞാൻ ലൈവിലിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ടുണ്ട്. ശശിയുടെ കേസ് എന്താണെന്നറിയോ? ഈ നാട്ടിൽ സത്യം പറഞ്ഞ ഒറ്റ സദാചാര പോലീസ് ഉള്ളൂ. ഇവൻ സാധാരണ പോലീസ്, സാധാരണ ഞാൻ അറിയാത്ത സദാചാര പോലീസ് നാട്ടുകാര്. ഇവനുണ്ടല്ലോ എന്ത് കേസും പിടിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഞാൻ കാര്യം പറയാം. എങ്ങനെ പൊക്കും, എങ്ങനെ ഇവനെ വളഞ്ഞു പിടിക്കും? വളഞ്ഞു പിടിക്കുക, അതാണ് നമുക്ക്. ഒരാൾ മുമ്പിൽ നിൽക്കണം. ഒരാൾ മുമ്പിൽ സാറേ നിൽക്കും. അയ്യോ, എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയല്ല. എനിക്കൊന്ന് അറ്റാക്ക് വന്ന ബൈപ്പാസ്. ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ശരിയായ പാസ് ഇല്ലെങ്കിൽ ബൈ. ഇതാണ് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ബൈയാക്കിയാൽ മതിയായിരുന്നു. ഒരു കാര്യം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? എങ്ങനെ വളഞ്ഞു പിടിക്കാൻ പറ്റും? ഈ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ഇവന്റെ ഈ മാരകായുധം ഉണ്ടോന്ന് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? മാരകായുധം ചിലപ്പോൾ മാരായുധം ഉണ്ടെങ്കിൽ അത് വെച്ച് അവൻ എറിയും. അവൻ ചിലപ്പോൾ അത് എറിയും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലഡാക്ക് ചെയ്ത ഒരു പരിപാടി ചെയ്യാം. എന്തോ ലഡാക്ക് പറയട്ടെ. അത് പറ കേൾക്കാൻ അതാണല്ലോ, തമാശാണല്ലോ. തമാശോ അല്ല, നിങ്ങൾ പറ. എന്താ കാര്യം പെട്ടെന്ന് പറ. പാകിസ്ഥാനിൽ നിന്ന് ഒരു മിസൈൽ ഇങ്ങ് വരുവാ. എന്നോട് പറഞ്ഞു പണിക്കര മിസൈൽ കൊണ്ട് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഞാൻ പാറ പോലെ അവിടെ നിന്നു. ആണോ? ഞാൻ ഒരു പടം പൊളിച്ചു വെച്ചോണ്ടിരിക്കുവല്ല. ഇങ്ങനെ വന്ന് ചാടുക, ഞാൻ പടത്തിൽ താഴോട്ടിട്ടു. അതേ തെന്നി നേരെ അറബിക്കടലിലേക്ക്. മിസൈൽ ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ. എന്നാ പറ്റിയേ? ചുമ്മാ മൂട് കളയാതെ ഇത് പിടിക്കാനുള്ള എന്തെങ്കിലും. ഞാനൊരു കാര്യം പറയട്ടെ. ഇയാളെ പിടിച്ച് പുറത്തി അടിച്ചാൽ ഇവൻ അപ്പ വെടിവെച്ചോളാം. വെടിവെക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ റിട്ടയർ ആയില്ലേ, എനിക്ക് വെടിവെച്ചാൽ ഞാൻ അകത്തു പോകും. നിങ്ങൾ പുറം രാജ്യങ്ങളിലെ പരിപാടി എടുക്കണം. പീഡകന്മാരെ നേരത്തെ 4 പേരെ പോലീസുകാർ കീച്ചത് ചക്ക 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 ചക്കാന്നും പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ ധൈര്യം വേണം. പക്ഷെ മുട്ടിനെ താഴോട്ട് വെടിവെക്കാം. മുട്ടിന് താഴെ വെച്ചാൽ മതി. പക്ഷെ തലയിൽ ഉന്നം പിടിക്കുന്ന വരും. നല്ല കറക്റ്റ്. എങ്ങനെ എന്നാ പറഞ്ഞ ഇപ്പം നമുക്ക് മുട്ടിന് താഴെ വെടിവെച്ചാ പോരെ. അത് എങ്ങനെയെങ്കിലും തലയ്ക്ക് അങ്ങ് വെടിവെച്ചോന്നേ. തലയ്ക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ അതിനിരിക്കുന്ന കമത്തോട് പറഞ്ഞു പോയി. ഒരു മിനിറ്റ്, ഞാൻ പോയി നോക്കാം ആളുണ്ടോ അനക്കോ ഉണ്ടോന്ന്. ഇത് സൂക്ഷിച്ചു പോണം. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ. സൂക്ഷിച്ചേ പോളൂ, പതുക്കെ പതുക്കെ പോകാവുള്ളൂ. പയ്യെ പോളൂ, മാറിക്കിടക്കണം. നമ്മളിതേ ഞൊടഞ്ഞു പോണം. ഇവിടെ കിടക്കണം എന്തിനാണ്? നമ്മൾ പതുക്കെ ചെല്ലാൻ പറ്റുള്ളൂ. നീ ഇഴഞ്ഞോ? ഇഴഞ്ഞു പോണോ? ഇത് എങ്ങനെ പിടിക്കണം? എങ്ങനെ? അതെ, 1 നെഞ്ച് നിലത്തൊരഞ്ഞിട്ട് കത്ത് പിടിച്ചാലോ? 2 3 ഞാൻ പോവാ. ഇല്ല, ശരിയായി അല്ല. നമ്മളെല്ലാരും ഉണ്ടോ? 1 2 3 4. അപ്പേ മറ്റോളെന്ത്? മറ്റേ അവനവിടെ പോയി എന്നെ കാണും. എന്റെ കേടാ സാറേ, എന്താണെന്ന് പറ. അല്ല, ഞാൻ അതെ കൊണ്ടില്ല ഉണ്ട്. ആളുണ്ട് ഈ മുറിക്കകത്തുണ്ട്. ഉണ്ടോ? ഈ മുറിയിലുണ്ടെന്ന്. ഈ മുറിയിലെ ഈ മുറിയുടെ ഭാഗത്തായിട്ട് ആളുണ്ട്. ഞാൻ കണ്ടു, സത്യമായിട്ട് ഞാൻ കണ്ടു. ഈ ഭാഗത്ത് ഉണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അവിടെ ചെന്നിട്ട് അവന് എന്താണെന്ന് അറിയാമുള്ള വെടിവെട്ടണ പോലെ ഒരു ഒച്ച കിട്ടും. ആണോ? അതെ, അവിടെ ഒന്നും ഇല്ലല്ലോ. അവൻ ചിലപ്പോ സിഗരറ്റ് വലിച്ചിട്ട് എറിഞ്ഞതായിരിക്കും. എന്നാ അവനെ പിടിച്ചു കിടുമ്പോ ഫസ്റ്റ് അടി ഞാൻ അടിക്കും. എന്റെ മുണ്ട് കയറി കഴിച്ച കല്യാണം ഉണ്ടാകുന്നത്. സിഗരറ്റ് വെച്ച് തന്നെ ആയിരിക്കും അത്. ഒന്നെങ്ങാനും മാറിപ്പോയായിരുന്നു. സിഗരറ്റ് വെച്ച് ഇറങ്ങിയെങ്കിൽ അവൻ ഇനി പന്തം വെച്ചെറിയും. അതെ,
നമുക്ക് ഒരു കാര്യം ചെയ്യാം. കുറുവടി ഉണ്ടോ? കുറുവടി കുറുവടി ഉണ്ട്. കുറുവടി. ദേ ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇനി ഒന്നും ചെയ്യാനില്ല. എടാ ബേ, കേറി അവനെ അങ്ങോട്ട് പൊക്കാം. എങ്ങനെ കേറി. അടുക്കള വാതക്കടെ വേണം ചെല്ലാൻ. അവിടുന്ന് തന്നെ പിടിച്ചോണം. അറിയാലോ. പിന്നെ വേറെ കേസ് പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈയും കാലും കൂട്ടിക്കെട്ടിയാൽ കൈ കൂട്ടിക്കെട്ടിയിട്ട് വായിക്കകത്ത് തുണി തിരിക്കണം. അതെന്തിനാ വായിൽ തുണി ഇരുന്നത്? എടാ അവന്റെ കൂടെ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒറ്റ വെച്ച് കഴിഞ്ഞാൽ അവന്മാരെല്ലാം വന്ന് നമ്മളെ തല്ലിക്കൊല്ലും. ആദ്യ പ്രതിയാവും. വടി ഇറക്കാൻ അറിയാമോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ലഡാക്കിൽ വെച്ച ഞാനും കബുലിയാറും കപിൽ ദേവ് എല്ലാരും കൂടെ കൂടി ഒരാളെ പോയോ? നീ ഇവിടെ നാളെ നീ ഇവിടെ കിടന്ന് കളിക്കണോ? ഒരുപാട് നാളായി. പറഞ്ഞില്ലേ? എന്നതാ ചീമപ്പന്നിയോ? ആളുണ്ട്. ഇരിക്കാൻ വേണം. ഇവിടെ വരുന്ന ആള്. ആ കസേര എടുക്കടാ. കസേരയിലേക്ക് ഇരിക്ക. കസേര എടുക്കാം, അവിടെ ഇരിക്കാം. എടാ എന്റെ കൈക്ക് ഉണ്ടാക്കല്. ഒന്നാമത്തെ കേസ് നമ്മൾ തമ്മിൽ സൈസിൽ ചേർച്ചയല്ല, അതുകൊണ്ട് ഇടയല്ല. എടാ നീ ഞങ്ങളുടെ അയൽപക്കത്ത് വന്ന് കളിക്കാറായാ നീ ഒരു ഭാഗം. ഒരു മിനിറ്റ് എത്ര നാളായിടാ ഇത് തുടങ്ങിയിട്ട്? 18 വർഷം. 18 വർഷം. 18 വർഷം. ശശിയുടെ ഇടിയുടെ സ്റ്റൈൽ എല്ലാരും ഞാൻ പേടിക്കാല്ലോ, ഞാൻ പട്ടാളക്കാരനാ. പറയടാ. എപ്പോഴാണ് നീ വന്ന്? ശശിയുടെ ഇടി വേറെ സ്റ്റൈലാ. ഇവനാണ് ആളല്ലേ? അല്ലെങ്കിൽ അവളുടെ സ്വഭാവം ഇതാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേ നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തിൽ നിന്ന് ആടിനെ വേണോ കോഴിനെ വേണോ കക്കൂസ് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അവൾ എന്നെ ഇവിടെ നാട്ടി ഇറക്കിയവളാ. അവളൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണെന്ന്. ഞാൻ കേട്ടോ. അതെ. എന്തായാലും മെമ്പർ ചെയ്തൊരു പണിയായി പോയിട്ടോ. ആടിനും കോഴിക്കൊക്കെ കക്കൂസ് കൊടുക്കണ്ടല്ലോ പഞ്ചായത്തിൽ നിന്ന്. ബാക്കിയുള്ളവര് കക്കൂസ് തന്നിട്ടില്ല ഇതുവരെ. അവനൊരു കക്കൂസ് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് നാട്ടിക്കും. താനൊന്ന് മാറിയോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നേ. ഇത് തീരുമാനമല്ല, ഇത് നാട്ടുകാരറിയട്ടെ. ഞാൻ ലൈവ് ഇടാൻ പോവാ. ലൈവ് ഇടാൻ പോവാ. ഇത് നാട്ടുകാരറിയാം. നാണം കേട്ടോ. ആരും വന്നോ? വന്നോ? ആരും വന്നോ? അതിന് മുൻപ് ആരും മഞ്ഞില്ലടാ. നീ ഒരു കാര്യം ചെയ്യേ, വിഷയം ചെയ്താന്ന് പറ. അപ്പം ആൾക്കാർ വന്നോളും. നമ്മുടെ നാട്ടുകാരല്ലേ. ഹായ് ഫ്രണ്ട്സ്. അവനെ കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്. എന്റെ വീടിന്റെ തൊട്ടപ്പുറേ ഒരുത്തൻ കേറി ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന വീട്ടില് അനാശ്ചര്യ നിശ്ചയമല്ലോ. അനാശ്ചര്യം നടക്കുന്ന ഒരു സ്ഥലത്തുണ്ട്. ഞങ്ങളുടെ നാട്ടുകാർ അതല്ല അനാശാസ്യം. മാറിയോ സാറേ? എന്നിട്ടേ ഇവിടെ ആളെ ഞങ്ങൾ പിടിച്ചു. അതിഗംഭീരമായിട്ട് തന്നെ പിടിച്ചു. ഏത് അതാണോ ഈ നിൽക്കുന്നതാണോ ആ അല്ല, ഇത് ഞങ്ങളുടെ മെമ്പറാ. മെമ്പർ ഏത് പാതിരാത്രി ആർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ മെമ്പർ ഉണ്ടാവും ഇവിടെ. ചില ദിവസം പാതിരാത്രി ഇറങ്ങി തിരിച്ചു കയറാൻ മറന്നു. അത്ര ഒരു പ്രശ്നമുള്ളൂ. പിന്നെ നീ എന്നാടി ഇവിടെ? ആരാ നീ? അയ്യോ, അതൊരു ചേട്ടനാ. ചേട്ടാ ഹായ്. ഈ വിഷയം കേട്ടപ്പോ ഓടി ലൈവിൽ വരുവാ. ഇതാരാ? ശിക്കാരി ശംഭു. അതെ, ദീപനാണ് ആള്. ഇവനാണ് ആള്. നിന്റെ അടി നടക്കട്ടെ. നിന്റെ അടി നടക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്. നീ എന്റെ പെർഫോമൻസ്. മാറിയോ. അവള് വന്നിട്ട് അവളുടെ കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങള് പെണ്ണുങ്ങൾ നോക്കോ. ഒന്നും അറിഞ്ഞില്ല അവള്. ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ കൂടി നിൽക്കുന്നത്? ഇവിടെ ക്രിസ്മസ് ഞങ്ങൾ കേക്ക് മുറിക്കുകയത്. എന്റെ വീടിന്റെ മുന്നിട്ടാണ് കേക്ക് മുറിക്കണത്. അയ്യോടാ, അതൊക്കെ അങ്ങ് ഒന്നും അറിയാൻ പാടില്ല. പാവം. എന്താ തുണി മാറ്റി പറഞ്ഞ അവള് കണ്ടത്. തുണി മാറ്റ്. ഇങ്ങനെയാ കേക്ക് കാണിച്ചോട്. ആരാ നോക്കണേ? നിന്റെ മോന്ത കാണിക്കണം അങ്ങോട്ട്. ആരാ നോക്കണേ? ഇവിടെ അയ്യോ ചേട്ടാ, അയ്യോ എന്റെ ദൈവമേ. ഇതാരാ ചേട്ടാ ഈ പണി കാണിച്ചത്? ഞാനവിടെ കിടന്ന് ഉറങ്ങിയതാണ്. എന്നെല്ലാം ദുഷ്ടന്മാര് 2-3 കൊല്ലം മല്ലടം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്റെ കൂടെ ജീവിക്കാൻ
അതാ ഞാൻ പറയാം നിന്റെ കെട്ടിട്ടിട്ടിട്ടിട്ടിട്ടോ ആരാണ് തല്ലിയത്? നീയാണോ തല്ലിയത്? പിന്നെ ആരാണ് തല്ലിയത്? ഞാനാണോ തല്ലിയത്? സമാധാനം, ഞാനല്ല. എന്തിനാ തുണി കാട്ടി കാണിക്കുന്നത്? ആരാണ് തല്ലിയത്? എന്റെ കെട്ടിയവനെ ആരാണ് തല്ലിയത്? ഞാനല്ല. എന്നെല്ലാരും കൂടി തല്ലി കൊല്ലിറക്കി. അയ്യോ എന്റെ ചേട്ടാ, എല്ലാം പോയി സമ്പാദ്യം. എന്റെ കെട്ടിയവനെ തല്ലിയല്ലേടാ. എന്താ നോക്കി നിൽക്കോ? തല്ല മനുഷ്യ. പിന്നെ നാളെ കിടത്താണ്ടിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒന്ന് സഹായിക്കണേ. അയ്യോ ഇത് പുതിയ ഐഡിയ. അയ്യോ അയ്യോ ഈ ഒരു ഒറ്റയാളാട്ടെ ഈ പരിപാടി മൊത്തം ഒപ്പിച്ച്. ഞാനത് രാത്രി ഇയാളെ കാണാത്തവരുകൊണ്ട് ഇയാളാണെന്ന് വിചാരിച്ചു പോയി. നിങ്ങൾ എന്നെ എല്ലാവരും കൂടെ തല്ലല്ലേ, എന്നെ തെറ്റുകാരനാക്കല്ലേ. ഇല്ല, തെറ്റുകാരനാക്കാതിരിക്കണേ. ഞാൻ വരുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഇവിടെ ഇത് നടന്നത് നീയല്ലേ പറഞ്ഞത്? അതല്ല, നിങ്ങളുടെ ഭർത്താവാണോ ഇത്? ആണല്ലോ. എന്നാൽ ഇവനല്ലാതെ വേറൊരു ചാരൻ ഇതിന്റെ അകത്തുണ്ട്. വൃത്തിയോട് പറഞ്ഞോട്ടല്ലോ. വൃത്തികേട് നിങ്ങൾക്ക് കാട്ടാം, ഞാൻ തെളിയിച്ചു തരാം. ഇങ്ങനൊരു ചാരം വേറെ ഇല്ലെങ്കിൽ ഈ സൈക്കിൾ അറിയാം. പറ വേറെ കൈമാറിലേക്കാ പോണേ. ഇവൻ പറഞ്ഞ ശരിയല്ലേ? ഇതിന്റെ ആളാരെ നമ്മൾ ഇതുവരെ ഈ സൈക്കിളിലൂടെ കണ്ടിട്ടില്ല. അതാണ് ആരാണ് സൈക്കിൾ? ഞാൻ പറയാം ഇവനാണ് ആ ചാരൻ. ഏത് ചാരൻ? ഈ സൈക്കിളിൽ വന്ന് ഈ സൈക്കിൾ അവന്റെ അല്ലേ ചോദിച്ചു നോക്കി. ഈ സൈക്കിൾ നിന്റെ ആണോ? എന്റെ സൈക്കിളാ. ആരടാ നീ? സത്യം പറ, സത്യം പറ. എന്റെ പൊന്നു ചേട്ടാ, ഞാന് ചത്താൻ തെങ്ങ് അന്വേഷിച്ച് വന്നതാ. ഞാൻ ഇവിടെ വല്ലതും ഉണ്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കും. എന്നെ എന്തിനാ ഇങ്ങനെ തല്ലിയത്? പ്രശ്നമായല്ലോ. അയ്യോ, എന്റെ സൈക്കിളിലെ കാറ്റാരാ അടിച്ചു? എന്റെ ഈ സൈക്കിളിലെ കാറ്റാരാ ഊരി? ആരാ? ഇവനാ? എടാ അയ്യോ കാണിക്കുന്നോ? ഞാൻ ഇതിന് എങ്ങനെ കൊണ്ടുപോകും? അടി കിട്ടിയിട്ടുണ്ടല്ലോ. 15 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഇതെങ്ങനെ കൊണ്ടുപോകുന്നറിയാമല്ലോ. അങ്ങനെ വരാൻ വഴിയല്ലോ. ആരാണ്ടൊരു ചാരം വന്ന് കേറിയിട്ടുണ്ടല്ലോ ഇവിടെ. ഹലോ. അയ്യോ ആണോ? ഞാൻ ദേവനി. എന്റെ ദൈവം, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ആ പലിശക്കാരൻ അണ്ണാച്ചിലൂടെ ആ സിന്ധു ഒളിച്ചോടി പോയെന്ന്. അത് മതി. ഞാൻ പറഞ്ഞില്ല ഈ പഞ്ചായത്തിലെ ഏതോ ഒരു വീട്ടിലൊരു ചാരൻ കയറിയെന്ന്. ആ ചാരൻ അണ്ണാച്ചിയാ. ഞാനേ നേരെ പോവാ, ലൈവ് ഓടിക്കാൻ പോവാ. ഇങ്ങോട്ടാണ് ഈ ഓടുന്നത്? ആ സിന്ധുവിന്റെ അടുത്തേക്ക് ഞാൻ പോവാന്ന്. എടോ, ആ സിന്ധു തന്റെ ഭാര്യയല്ലേടോ? ആ എന്റെ ഭാര്യ. ഇതൊന്നും കേട്ടിട്ട് നമുക്ക് ഒഴുങ്ങുന്നില്ലട്ടോ. പാറ പോലെ ഉറച്ചു നിൽക്കുവാ. അങ്ങോട്ട് മാറിക്കേ. നീയേ ഈ നാട്ടിൽ മൊത്തം നടന്ന എല്ലാ വീട്ടിലും എത്തി നോക്കി കുറ്റം കണ്ടുപിടിക്കുന്ന സമയത്ത് നിന്റെ വീട്ടിൽ നിനക്കൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. ഈ നാടൻ കയറുന്ന കാര്യമുണ്ടോ? ഇനി ഞാനൊരു ലൈവ് ഇടാം. ഇടാ. ഹായ്. സ്വന്തം ഭാര്യ കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയത് കേട്ട ഒരു ഭർത്താവിന്റെ രോദനം. ജോക്കേഴ്സ്.